TUV റെയിൻലാൻഡ് NIFE അക്കാദമിക്ക് ഇപ്പോഴിതാ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ച NSDC-യുടെ അംഗീകാരം. ഇനി ബാങ്ക് ലോൺ, എംബസി അറ്റസ്റ്റേഷൻ, പ്ലേസ്മെന്റ് എല്ലാം ഈസിയാവും. ഫയർ ആൻഡ് സേഫ്റ്റി, ലിഫ്റ്റ് ടെക്നോളജി, ഫൈബർ ഓപ്റ്റിക്സ്, സ്റ്റോഴ്സ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് കോഴ്സുകളിലൂടെ ജോലി സാധ്യത ഉറപ്പാക്കൂ. NSDC അംഗീകാരമുള്ള TUV റെയിൻലാൻഡ് NIFE അക്കാദമിയിലൂടെ. TUV റെയിൻലാൻഡ് NIFE അക്കാദമി. TUV റെയിൻലാൻഡ് NIFE അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം, താഴെപ്പാലം, തിരൂർ. ഫോൺ 049424309090. മൊബൈൽ 9946661077 9446631177. വസ്ത്രവിപണന രംഗത്തെ തിരൂരിന്റെ മേൽവിലാസം കിഗാവ ജെൻ ഷോറൂമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ജീൻസ്, ഷർട്ട്സ്, ടീഷർട്ട്സ്, പാൻസ്, പാർട്ടിവെയർ തുടങ്ങി കിഗാവയിലെ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളും വ്യത്യസ്തനാകുന്നു. ആ സൗന്ദര്യത്തിന്റെ ഉടമയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ വരൂ, കിഗാവ ദ ജെൻ ഷോറൂം, തിരൂർ. സ്റ്റൈൽമാൻ, illuminate your perfection. ജെൻസ് വസ്ത്ര വിപണിയിൽ തിരൂരിൽ ഇന്ന് സ്റ്റൈൽമാൻ മാത്രം. സ്റ്റൈൽമാനിലെ ജെൻസ് വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളും വ്യത്യസ്തനാകുന്നു. വിവാഹവേദിയിൽ തിളങ്ങട്ടെ നിങ്ങളുടെ രാജകീയ പ്രൗഢി. ഇനി നിങ്ങൾക്കും അഭിമാനത്തോടെ പറയാം, സെലക്ഷനിലും വിലക്കുറവിലും സ്റ്റൈൽമാൻ തന്നെ തിരൂരിൽ ഒന്നാമത്. സ്റ്റൈൽമാൻ, ദ മാൻ നോട്ട് കോംപ്രമൈസ്ഡ്. കൈനിക്കര ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, തിരൂർ.
ഇറങ്ങി പതുക്കെ മെല്ലെ മെല്ലെ എഴുതിയോ ചേട്ടാ ഈ വടക്കേലെ മമ്മൂട്ടിയാക്കാന്റെ വീട് എവിടെ? അത് മോനെ ഈ പഞ്ചായത്തോട് കഴിഞ്ഞ 3ാമത്തെ വീടാ. അല്ലാ, ഇത് നമ്മളെ ബാബല്ലേ? ഇവൻ എന്താ പറ്റിയത്? കടന്നു നോക്കിക്കോളേ, ഞാൻ കാണിച്ചു. എടാ സുരേഷേ, ഇത് നമ്മളെ ബാബു അല്ലേ? ഇവനക്ക് എന്ത് പറ്റി? ഭാസ്കരേട്ടാ, നമുക്ക് അവന്റെ വീട്ടിൽ പോവാം. വരി മക്കളെ. എന്ത് പറ്റി ബാബുവിന്? നിങ്ങൾ നടക്കും ഭാസ്കരേട്ടാ, വേഗം നടക്കും. നബിസദാ, ഇമ്മ, നമ്മുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടല്ലോ. എന്താ ഭാസ്കര, എന്താ എല്ലാരും കൂടി ഇവിടെ? എന്താ ഭാസ്കര? ഒന്നുമില്ല നബിസദാ, നിങ്ങൾ ബേജാറാവണ്ട. ഒന്നുമില്ല. അല്ലാ, ഞമ്മടെ മോൻ ബാബുമോനല്ലേ? എന്താ പറ്റിയത് മോനെ? അണക്ക് മോനെ, അണക്ക് എന്ത് പറ്റി മോനെ? ഉമ്മാന്റെ പൊന്നുമോനെ എന്ത് പറ്റി? ഉമ്മാന്റെ പൊന്നുമോനെ എന്ത് പറ്റി? പൊന്നുമോനെ, അയ്യോ എന്റെ റബ്ബേ, ഉമ്മാന്റെ പൊന്നുമോനെ എന്ത് പറ്റി മോനെ? ഭായ് ഭായ്, എന്താ പറ്റിയത് ഞങ്ങളെ ബാബുവിന്? അവനക്ക് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഇയാളെ ബോംബെയിൽ വെച്ചാണ് കാണുന്നത്. ഞങ്ങൾ മലയാള സമാജത്തിന്റെ ആൾക്കാരാണ്. സമനില തെറ്റി അലഞ്ഞേരിയുന്ന ഇയാളെ ഞങ്ങൾ കയ്യിൽ കിട്ടുകയായിരുന്നു. ഭാഗ്യവശാൽ അവന്റെ പേഴ്സിൽ നിന്നും അഡ്രസ്സും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി. അതാണ് ഇവിടെ എത്തിയത്. വളരെ നന്ദിയുണ്ട് ബായ്, ഞങ്ങളെ ബാബുവിനെ നിങ്ങൾ തിരിച്ചു തന്നെ. എത്രയും പെട്ടെന്ന് നല്ല ട്രീറ്റ്മെന്റ് ഇയാൾക്ക് കൊടുക്കണം. ഒക്കെ ശരിയാവും. ഓക്കെ, ടേക്ക് എ ബൈ. സുരേഷേ, നമുക്ക് ബാബുവിനെ ഇപ്പൊ തന്നെ കൊണ്ടായാലോ? ശരി, നീ വണ്ടി എടുക്ക് പോയിട്ട്. ഞാൻ വരെ, നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോവാം. ഇത് തുടങ്ങിയിട്ട് എത്ര കാലായി? ഇവനൊരു വർഷമായിട്ട് ദുബായിലായിരുന്നു ഡോക്ടർ. ഇന്നാണ് അവനെ കാണുന്നത്, അതും ഈ അവസ്ഥയിൽ. ഏതായാലും പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു മെന്റൽ ഡിപ്രഷൻ. കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ.
ഡിസ്ചാർജായി. ഇന്ന് പോകാം. താങ്ക്സ് ഡോക്ടർ. ഒരു ഡോക്ടർ എന്ന നിലയിൽ രോഗിക്ക് വേണ്ട ആശ്വാസം നൽകുക എന്നത് മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുവാനും അവർക്ക് വേണ്ട ആശ്വാസങ്ങൾ നൽകാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എന്താ ഡോക്ടർ, എന്റെ അസുഖം മാറിയിട്ടില്ലേ? യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ബാബു വന്നത് മുതൽ എനിക്കെന്തോ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട് ബാബുവിനോട്. എന്തെന്നറിയില്ല, നിനക്കെന്നെ ഒരു സഹോദരിയെ പോലെ കരുതാം. സത്യത്തിൽ നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ബാബു പറയാടാ, നിനക്ക് എന്താണ് സംഭവിച്ചത്? പറയേ. ഇത് കുണ്ടനാത്ത് കടവ് എന്ന കൊച്ചു ഗ്രാമം. നിഷ്കളങ്കരായ ഗ്രാമീണർ വസിക്കുന്ന ഈ ഗ്രാമത്തിലേക്ക് 4 പതിറ്റാണ്ട് മുമ്പ് അറബി നാട്ടിൽ നിന്നും ഒരു സുൽത്താനെത്തി. ഈ ഗ്രാമത്തിലെത്തിയ ആ സുൽത്താൻ സുഹറ എന്ന ബാലികയെ നിക്കാഹ് കഴിച്ച് തിരിച്ച് അറബി നാട്ടിലേക്ക് പറന്നു. ആ യാത്ര ഇവിടെ തുടങ്ങി. എൻ്റെ ഉമ്മയുടെ കളിക്കൂട്ടുകാരി. ഉമ്മ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കൂടപ്പിറപ്പാണ് സൂറ എന്ന്. ഗൾഫിലെത്തിയ സൂറ അറബി മണ്ണിൽ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. എൻ്റെ കുട്ടിക്കാലങ്ങളിൽ സൂറാത്തയും അറബി സുൽത്താനും ഇടയ്ക്ക് വരാറുണ്ടെന്ന് ഉമ്മ പറയാറുണ്ട്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. രണ്ടായിരത്തി 16 ഞങ്ങളുടെ ആ കുണ്ടനാത്തു കടവിലെ ഗ്രാമം. അടുത്ത അമ്പുരാനെ എപ്പൊ തന്നെ വിള്ളല് വരുന്നുണ്ട്. ഇത് എന്താവോ? പടച്ചോനെ ഇതൊക്കെ കൂടി കൈ പോരുവോ? അജരെ, മണല് വരുമോ? മണല് വന്നാലേ നാളെ പണി നടക്കുള്ളൂ. സെബീറെ, എന്താ ചെയ്യാ? ഒരു ലോഡ് മണ്ണിന് 20,000 ഉറുപ്പിക വരും. കണക്കിന് പോവുകയാണെങ്കിൽ ഒരാൾ വീടുണ്ടാക്കണമെങ്കിൽ ഉള്ളത് മുഴുവൻ വിറ്റ് വളക്കേണ്ടി വരും. അജരെ, ഫോൺ അടിക്കണ്. ഇത് ഗൾഫിന്താ ഇന്റർനെറ്റ് കോളാ. ഇവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാല് അവിടെ കേൾക്കുമ്പോൾ ഒരു കൊല്ലാവും. അതുകൊണ്ട് ഇപ്പൊ നമ്മളിത് എടുക്കണില്ല. മുതലാളിക്ക് ഇപ്പോഴാണ് നേരം വെളുത്തത്. നമ്മളെ മോനാ ബാബു. ജീവൻ വാ. അജരെ, മണല് എന്തോ ഒരു എംസാന കിൻസാന ഉണ്ടല്ലോ, അത് ഇറക്കിക്കോ. ഓ, എംസാൻഡ് അത് മതിയാ? ആ, ആയിക്കോട്ടെ. ബാബു, അനി ഗൾഫ് പോക്ക് എന്തായി? ഞമ്മക്കൊക്കെ ആര് വിസ തരാൻ ആജിക്ക? ഇനി വിസ കിട്ടിയാൽ തന്നെ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. അത് ഇജ്ജ് പറഞ്ഞത് ശരിയാ. എന്നെ സഹായിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ പാപ്പരാ. എന്റെ ഡ്രൈവറായി നിന്നിട്ട് എനിക്ക് കുറെ പൈസ തരാനുണ്ട്. അതൊന്നും കുഴപ്പമില്ല ആജിക്ക, ഞാൻ പോട്ടെ. ഉപ്പ ഞാൻ പോട്ടെ. എങ്ങട്ടാ? മൻസൂർ നെയ്യാപ്പിള ബാംഗ്ലൂർ ആണ്. 5 മണിക്കാളാ. വേഗം വണ്ടി എടുക്ക്. ഷാജി മറ്റനോട് കാത്തുക്കുന്നു. ഓക്കെ, ശരി. ഓ അല്ലാ, എല്ലാരും ഉണ്ടല്ലോ. ബാബു, എന്റെ പിഷ്കനാജിനെ കൊണ്ടുപോയി വിട്ടടാ. ഒന്ന് പോടാ, പാവാണ് അയാൾ. ബാബു, ചിറയിലെ നാസറ വന്നിക്കണ്. അവന്റെ കയ്യിലൊരു വിസയുണ്ട്. അനക്ക് പോണാ? അതൊക്കെ ലക്ഷങ്ങളാവൂടാ.
പിന്നാണെങ്കിലാ ഉമ്മാനും പെങ്ങന്മാരും വിട്ടിട്ട് പോള മൂടും പോയി. ആ അത് ശരിയാണ്. മൂടുള്ള കാലത്ത് വിസ കിട്ടിയില്ല. വിസ വന്നപ്പോ പാസ്പോർട്ട് എലി കാന്തിയും പോയി. വിഷമിക്കണ്ടടാ, നമുക്കൊരു നല്ല കാലം വരും. ആ നല്ല കാലം ഞാനൊന്ന് ഗിനാവ് കണ്ടോട്ടെ. ഇവൾക്കിന്ന് ക്ലാസ് ഇല്ലേ? വാർഷികത്തിനുള്ള ഫീസ് കൊടുത്തിട്ടില്ല. പടച്ചോനെ, എന്നാ നമ്മുടെ കഷ്ടപ്പാട് തീരാ മോനെ. നമ്മുടെ സൂറ വന്നിക്കണെന്ന് കേട്ട് ഞാൻ ഓൾക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഓ, നിങ്ങളെ കളിക്കൂട്ടുകാരുത്തി അറബി കെട്ടിക്കൊണ്ടുപോയ സൂറാത്ത വർഷം കുറെ ആയില്ലേ ദുബായില് സെറ്റിലായിട്ട്. നിങ്ങൾക്ക് ഇതിരെ ഫോൺ വിളിച്ചമ്മ? ഇജ്ജ് കളിയാക്കണ്ട, എന്തായാലും ഓളിന്റെ കൂടെ പറപ്പല്ലേ. അല്ലാ സൂറ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാ സൂറ, എത്ര നാളായടി എന്നെ കണ്ടിട്ട്. കുട്ടികളും അറബിയാക്ക എവിടെ? കുട്ടികള് വന്നിട്ടില്ല. പിന്നെ അറബിക്കാക്ക മരിച്ച്. ഓ, ഇത് ബാബു അല്ലേ? ഇവൻ വലുതായല്ലോ നബീസ. മോനിക്കെന്താ ജോലി? ഞാന് പിന്നെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ആ വരും മക്കളെ. മക്കളൊക്കെ കെട്ടിക്കാനായല്ലോ നബീസ. കഷ്ടപ്പാടാണ് സൂറ. ആകെ ഇവനാണ് ഒരു പ്രതീക്ഷ. ഞാനൊരു കാര്യം ചോദിച്ച ഇജ്ജ് നടത്തി തരുവോ? എന്താ നബീസ? ഇവനൊരു വിസ, ഇവൻ അക്കരെ കയറ്റി ഇജ്ജ് രക്ഷപ്പെടുത്തി തരണം. പാസ്പോർട്ട് ഉണ്ടോ മോനെ? ആ ഉണ്ട്. എന്നാ പാസ്പോർട്ടിന്റെ കോപ്പിയും 2 ഫോട്ടോ അങ്ങോട്ട് കാട്ട്, ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ഞാൻ പോട്ടെ നബീസ. ഒരു വെള്ളം പാട കുടിക്കാതെ ഇജ്ജ് പോവുക? ഒന്നും മാണ്ട നബീസ, ഞാൻ രാവിലെ പോവും. എല്ലാം ശരിയാവും ഇൻഷാ അല്ലാ. എന്നാ ഞാൻ പോട്ടെ. ശരി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കുപ്പിക്കണ്ണ മുഹമ്മദ് വരുന്നുണ്ട്. അവനൊരു പണി കൊടുക്കണം. ഇവർക്കൊന്നും ഒരു പണിയില്ലേ? അളിയന്മാരെല്ലാരും ഉണ്ടല്ലോ. എന്താ ഒരു വട്ടമേഘ സമ്മേളനം? വാട്സപ്പില് പുതിയ സംഭവം ഉണ്ട്. സംസ്ഥാനത്ത് ഭീകരജീവി ഇറങ്ങിക്കണം. ഇന്നലെ കുണ്ടനാത്ത കടവിലെ 2 ആടിനെയും ഒരു മനുഷ്യനെയും ജീവി ആക്രമിച്ചിരിക്കണം. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ജില്ലാ കലക്ടർ ആഹ്വാനം ചെയ്തിരിക്കണം. ശ്രദ്ധിച്ചോളി മക്കളെ, നമ്മുടെ നാട്ടിലൊക്കെ ജീവി ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്ത് ഭീകരജീവിയടോ? ഇനിയിപ്പൊ ദിനോസർ ഇറങ്ങിയാലും ഞമ്മക്കൊരു പ്രശ്നമില്ല. കലക്ടറോട് പറയും ആകാശത്തൊക്കെ ഒരു വെടിവെക്കാൻ, ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ. ഞമ്മക്കാണ്ട് എന്തേ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ജീവിയെ ഭീകരജീവിയെ ഇവർക്കൊക്കെ വെറുതെ വെക്കണ നേരം കൊണ്ട് ഒന്നുകൂടെ റമ്മി അടിച്ചൂടെ, അല്ലെങ്കിൽ 2 ഇട്ടൂടെ? കാട് കറുത്ത കാട്. അല്ലാ, ഞാൻ നായ്ക്കള് പറഞ്ഞ ശരിയാകോ? പഠിച്ചോനല്ല. അല്ലാ, ബെല്ലിപ്പാക്ക് വാങ്ങിട്ട് ചെരുപ്പാണ് പൊട്ടാണ്ട് നേരം. അല്ലാ, അതിരിങ്ങളെ പലവാക്കിന്റെ ഒലിങ്കഞ്ഞുമായി. പഠിച്ചോനെ, അല്ലാ, വല കുലുങ്ങിയാലും മമ്മത കുലുങ്ങൂല. ധൈര്യം കൈവിടരുത്. എനിക്ക് പേടിയൊന്നും എന്നെ പുലി മേർക്കിട്ട് ചാടിയാലും ഞാൻ തിരിഞ്ഞു കൊടുക്കല്ലാതെ. ഈ പന്നികളെ കൊണ്ട് മനുഷ്യനെ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കും. വസ്ത്രവിപണന രംഗത്തെ തിരൂരിന്റെ മേൽവിലാസം കിഗാവ ജെൻ ഷോറൂമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ജീൻസ്, ഷർട്ട്സ്,
ടീഷർട്സ്, പാൻസ്, പാർട്ടി വെയർ തുടങ്ങി കിഗാവയിലെ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളും വ്യത്യസ്തനാകുന്നു. ആ സൗന്ദര്യത്തിന്റെ ഉടമയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ വരൂ, കിഗാവ ദി ജെൻ ഷോറൂം, തിരൂർ. സ്റ്റൈൽ മാൻ, ഇലുമിനേറ്റ് യുവർ പെർഫെക്ഷൻ. ജെൻസ് വസ്ത്ര വിപണിയിൽ തിരൂരിൽ ഇന്ന് സ്റ്റൈൽമാൻ മാത്രം. സ്റ്റൈൽ മാനിലെ ജെൻസ് വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളും വ്യത്യസ്തനാകുന്നു. വിവാഹവേദിയിൽ തിളങ്ങട്ടെ നിങ്ങളുടെ രാജകീയ പ്രൗഢി. ഇനി നിങ്ങൾക്കും അഭിമാനത്തോടെ പറയാം, സെലക്ഷനിലും വിലക്കുറവിലും സ്റ്റൈൽ മാൻ തന്നെ തിരൂരിൽ ഒന്നാമത്. സ്റ്റൈൽമാൻ, ദ മാൻ നോട്ട് കോംപ്രമൈസ്ഡ്. കൈനിക്കര ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, തിരൂർ. എടാ, എനിക്കൊരു വിസ റെഡിയാക്കണം. അറബി കെട്ടിക്കൊണ്ടയ സൂറാത്താന്റെ വീട്ടിലെ ഡ്രൈവറായിട്ടില്ല. ആ, നാട്ടുകാരാവുമ്പോ വലിയ പണി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എന്റെ അമ്മാന്റെ കൂട്ടുകാരി അന്നെ മോനെപ്പോലെ നോക്കിക്കോളൂ. ബാബോ, പെട്ടെന്ന് പോണ്ടി വരും ബാബോ. കഴിയുന്നതും വേഗം കയറാനാ പറഞ്ഞേക്കണേ. ഞാൻ ചെന്നിട്ട് വേണം. അവിടെ ഒരു ബംഗാളി ഡ്രൈവർ ഉണ്ടല്ലോ, അവനെ ക്യാൻസൽ ആക്കണത്രേ. ആ, അത് ശരി. ആ, വരി, ട്രാവൽസിലൊന്ന് പോയി നോക്കാം. എന്നാ പോവാ. ടിക്കറ്റ് എന്താ റേറ്റ് നോക്കണം. ആ, ഓട്ടോ വരുന്നുണ്ട്, കേറി. ആ, പിന്നെ നമുക്കൊന്ന് അടിച്ചു പൊളികളാ. വരി. കരകവിയുമ്പോൾ കോലം പലതാകുമ്പോൾ നേരം ശരിയാവുന്നൊരു സമയം വന്നെത്തും. നേരും നെറിയുടെ കൂടെ നോവിൽ തിരയാണെങ്കിൽ കാലം നൽകിയിടുന്നൊരു വിജയത്തേര്. അടവുകൾ പല വഴിയേ, അതിൽ പല പിഴവുകളെ, അതിജീവനമില്ലാതിൽ ഒരു ജീവിതമില്ല. കടലിൽ കര തേടുമ്പോൾ നാം കൊതിയില്ലെങ്കിൽ കരയടിയില്ല. കാലം കരകവിയുമ്പോൾ കോലം പലതാകുമ്പോൾ നേരം ശരിയാവുന്നൊരു സമയം വന്നെത്തും. നേരും നെറിയുടെ കൂടെ നോവിൻ തിരയാണെങ്കിൽ കാലം നൽകിയിടുന്നൊരു വിജയത്തേര്. ഇടത്താവളം നീ ലോകം പടുത്തേക്കിയൊരീ ജന്മം കൊടുത്തേകി നാം നീ വഴിയിൽ അടരാടവേ. അടുത്തോരകന്നാൽ നോവും അകന്നോരടുത്താൽ ഇഴക്കോർത്തിരി ജീവിതം പകർന്നാടുമ്പോൾ ഈ പദങ്ങളിൽ ഈ ധ്രുവങ്ങളിൽ ഏറ്റുനോക്കി നിൽക്കാം. നീയുദിക്കുമാ ആഗ്രഹങ്ങളാൽ ആശയോടെ പുൽകാൻ. കാലം കരകവിയുമ്പോൾ പൂരം പലതാകുമ്പോൾ നേരം ശരിയാവുന്നൊരു സമയം വന്നെത്തും. നേരും നെറിയുടെ കൂടെ നോവിൻ തിരയാണെങ്കിൽ കാലം നൽകിയിടുന്നൊരു വിജയത്തേര്. പുറമേ ചിരിപ്പാണെന്നാൽ കരഞ്ഞിടുകയാണുള്ള അറിയിച്ചിടാതെ എന്നും കഴിഞ്ഞിടുമ്പോൾ പരിതാപമോടെ ചുറ്റും പല വാക്കുകളാണ്. പരന്നുള്ളും ചികഞ്ഞിടും പനിക്കോലങ്ങൾ. ഈ അവസ്ഥയിൽ മാറിടുന്നൊരു കാലമെന്ന സ്വപ്നം. ഈ ഉലകിതിൽ മാറ്റമില്ലയോ മാറ്റമെന്ന വാക്യം. കാലം കരകവിയുമ്പോൾ കോലം പലതാകുമ്പോൾ നേരം ശരിയാവുന്നൊരു സമയം വന്നെത്തും. നേരും നെറിയുടെ കൂടെ നോവിൻ തിരയാണെങ്കിൽ കാലം നൽകിയിടുന്നൊരു വിജയത്തേര്. അടവുകൾ പല വഴിയേ, അതിൽ പല പിഴവുകളെ, അതിജീവനമില്ലാതിൽ ഒരു ജീവിതമില്ല. കടലിൽ കര തേടുമ്പോൾ നാം കൊതിയില്ലെങ്കിൽ കരയടിയില്ല. കാലം കരകവിയുമ്പോൾ കോലം പലതാകുമ്പോൾ നേരം ശരിയാവുന്നൊരു സമയം വന്നെത്തും.
മോനെ ടിക്കറ്റിന് ഒരുപാട് പൈസ ആവൂലേ? അതൊന്ന് ഒപ്പിക്ക. ടിക്കറ്റിന്റെ കാര്യം ആജിക്ക നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പോണേൽ ഉമ്മാക്ക് വിഷമുണ്ട്. പിന്നെ ഒന്നാലോചിക്കുമ്പോ അത് തന്നെ നല്ലത്. ചായന വലുതായി വരല്ലേ, ഓളെ കെട്ടിക്കണ്ടേ? പിന്നെ അണുക്കും വേണ്ട ഒരു പെണ്ണ് എത്തുക. ഞാൻ പോകുമ്പോ നിങ്ങൾ ഒറ്റക്കാവൂലമ്മ. അത് ഓർക്കുമ്പോ എനിക്ക് പോവാൻ തോന്നുന്നില്ല. അതോർത്ത് ഇക്കാക്ക വിഷമിക്കണ്ട. എന്റെ ക്ലാസ്സിലെ കുട്ടികളെ ഇക്കാക്കാരൊക്കെ ഗൾഫിലാണ്. ഇനി എനിക്കും പറയാലോ എന്റെ ഇക്കാക്ക ഗൾഫിലാണെന്ന്. സെമീറാന്റെ അപ്പ അവൾക്ക് ടാബ് വരെ കൊടുത്തയച്ചിക്കണ്. ഒന്ന് പോടിയാ അവിടുന്ന്. അവളെ ഒരു ആനക്കാര്യം. പോയി പഠിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. മോളെ, നാളെ രാവിലെ 12 മണിക്കാണ് ഫ്ലൈറ്റ്. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിക്കണോ? എല്ലാം എടുത്തു വെച്ചിക്കണ്. അമ്മ, എന്നാ ഞാൻ പോട്ടെ. പിന്നെ മോനെ അവിടെ എത്തിയിട്ട് വിളിക്കണം. ശരി അമ്മ. എടാ ടിക്കറ്റും പാസ്പോർട്ടും ബാഗിലിട്ട് ശരിയടാ. മക്കളെ, കാക്ക പോട്ടെ. നല്ലോണം പഠിക്കണം. ഉമ്മാനെ വിഷമിപ്പിക്കരുത്. ഞാൻ എന്റെ കുടുംബത്തെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. ജി ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്നാ എല്ലാരോടും അസ്സലാമു വലൈക്കും അസ്സലാം. കരഞ്ഞിടുകയാണുള്ള അറിയിച്ചിടാതെ കഴിഞ്ഞിടുമ്പോൾ പരിതാപമോടെ ചുറ്റും പല വാക്കുകളാണ്. പരന്നുള്ളം ചികഞ്ഞിടും പനിക്കോലങ്ങൾ. ഈ അവസ്ഥയിൽ മാറിടുന്നൊരു കാലമെന്ന സ്വപ്നം. ഈ ഉലകിതിൽ മാറ്റമില്ലയോ മാറ്റമെന്ന വാക്യം. കാലം കരകവിയുമ്പോൾ പോലും പലതാകുമ്പോ നേരം ശരിയാവുന്നൊരു സമയം വന്നെത്തും. നേരും നെറിയുടെ കൂടെ നോവിൻ തിരയാണെങ്കിൽ കാലം നൽകിയിടുന്നൊരു വിജയത്തേര്. അടവുകൾ പല വഴിയേ, അതിൽ പല പിഴവുകളെ. അതിജീവനമില്ലാതിൽ ഒരു ജീവിതമില്ല. കടലിൽ കര തേടുമ്പോൾ നാം കൊതിയില്ലെങ്കിൽ കരയടിയില്ല. കാലം കരകവിയുമ്പോൾ കൂലം പലതാകുമ്പോ നേരം ശരിയാവുന്നൊരു സമയം വന്നെത്തും. നേരും നെറിയുടെ കൂടെ നോവിൻ തിരയാണെങ്കിൽ കാലം നൽകിയിടുന്നൊരു വിജയത്തേര്. ബാബു താൽ ആദാ ബൈ ആദാ മാം ബന്ദർ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല എനിക്ക്? ഈ വീട്ടില് മലയാളം മാത്രം സംസാരിച്ചാ മതി. അത് എന്റെ ഒരു നിർബന്ധം. മനസ്സിലായ? ശരി മാമാ, ശരി. വാ മോനെ, യാത്രക്ക് സുഖായിരുന്നോ? ഉമ്മാക്കും കുട്ടിയേക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖാണ് താത്ത. അന്റെ റൂം ബാക്കിലാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞൊരാളുണ്ട് അവിടെ. അന്റെ അവിടുത്തെ ജോലിന്റെ കാര്യമൊക്കെ അയാള് പറഞ്ഞുതരും. ശരി താത്ത. ബന്ദർ, ഇവന് റൂം കാണിച്ചു കൊടുക്ക്. അവനോട് മലയാളം മാത്രം സംസാരിച്ചാ മതി. ഓ, സംസാരിച്ചോളാം. യാ അല്ലാ. മുഹമ്മദ്, മാഫി ഖലാസ്. ഖലാസ് ഖലാസ്. സൈൻ. ഓക്കേ ഓക്കേ സൈൻ. മുഹമ്മദ്, ഇതാണ് പുതിയ ഡ്രൈവർ ബാബു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിനക്ക് പകരമുള്ളതായിരുന്നു ഈ ബംഗാളി. അവനിന്ന് നാട്ടിൽ പോകും. മുഹമ്മദ് ക്യാ ബോലാ? കുച്ച് നഹീ, ആപ് ജാओ. തമാം. യല്ലാ താൽ. ഇനി ആ ബംഗാളി പുതിയ വിസക്ക് വരൂലേ? അവൻ ഇനി കേരളത്തിലേക്കാണ് പോണത്. അവരുടെ ഗൾഫ് ഇപ്പോ കേരളല്ലേ.
നാട്ടില് ഡ്രൈവറായിരുന്നല്ലേ? നാട്ടിലെവിടെ? സൂറാത്തന്റെ അയൽവാസിയാ. നല്ലോരാ. കുട്ടികൾക്ക് മലയാളം പച്ചവെള്ളം പോലെ അറിയാം. ഞാൻ തന്നെ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. കേച്ചിലായി. അറബി പഠിക്കാൻ ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ അന്റെ പണി സൂറാന്റെ മോൾ നൂറാനെ യൂണിവേഴ്സിറ്റി കൊണ്ടാക്കലും കൊണ്ടുവരലോ. വല്ലാതെ അടുക്കണ്ട. അവൾക്ക് മലയാളം കേരളം എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര ഇഷ്ടാ. പിന്നെ ആ ചെക്കനില്ലേ ബന്ദർ, അവനെ സൂക്ഷിക്കണം. പഹന് പയിച്ചാല് ബാപ്പായാലും ഉമ്മായാലും ഓൻ മുണുങ്ങും. വല്ലാത്തൊരു പടപ്പാണത്. ആ അനക്ക് വീട്ടിക്ക് വിളിക്കണ്ടേ? എന്നാലേ വിളിച്ചോ. ഞാനിപ്പോ വരാം. കുറച്ച് പണിയുണ്ട്. നീ റെസ്റ്റ് എടുക്ക. TUV റെയിൻലാൻഡ് NIFE അക്കാദമിക്ക് ഇപ്പോഴിതാ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ച NSDC-യുടെ അംഗീകാരം. ഇനി ബാങ്ക് ലോൺ, എംബസി അറ്റസ്റ്റേഷൻ, പ്ലേസ്മെന്റ് എല്ലാം ഈസിയാവും. ഫയർ ആൻഡ് സേഫ്റ്റി, ലിപ് ടെക്നോളജി, ഫൈബർ ഓപ്റ്റിക്സ്, സ്റ്റോഴ്സ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് കോഴ്സുകളിലൂടെ ജോലി സാധ്യത ഉറപ്പാക്കൂ. NSDC അംഗീകാരമുള്ള TUV റെയിൻലാൻഡ് NIFE അക്കാദമിയിലൂടെ. TUV റെയിൻലാൻഡ് NIFE അക്കാദമി. TUV റെയിൻലാൻഡ് NIFE അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494243090. മൊബൈൽ 9946661077 9446631177. شوف انت ഓ സോറി, അറബി അറിയില്ലല്ലേ? എന്താ പേര്? ഷമീർ ബാബു. നബീസ്താത്താന്റെ മോനല്ലേ? ഉമ്മാനെങ്ങനെ? എല്ലാം അറിയാം. ഞാൻ കേരളത്തിൽ വന്നില്ലെന്നുള്ളൂ. എനിക്ക് കേരളം ഭയങ്കര ഇഷ്ടാ. ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ. എന്നാ നിന്റെ ഉമ്മ പോകുമ്പോ നിനക്ക് കേരളത്തിലേക്ക് പോയിക്കൂടെ? അല്ല, എന്നെന്നാ കൊല്ലും. ആര്? ബന്ദറും സായിദും. അവർക്ക് കേരളം എന്ന് കേൾക്കണേ ഇഷ്ടല്ല. എന്നാലും ഞാനൊരു പ്രാവശ്യം പോവും. من هذا خيس؟ همار همار الله نبو نبلالني الله نبو نبلالني الله نبو نبلالني നിന്റെ സ്നേഹിതനാണ്. يلا تعال
അല്ല ഈ പഴം കുടിക്കലില്ലേ? എന്താണിത്? ഇത് ജീവിയാണിത്. അതെ, പഴം പഴിച്ച് നിൽക്കാണ്. ആളെ കിട്ടിയ തിന്നാൻ വേണ്ടി. ആ, നിങ്ങൾ സംസാരിച്ചിരി. ഓന് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. എനിക്ക് കുറച്ച് പണിയുണ്ട്. ശരി ശരി ശരി, പേടിക്കണ്ട. ബാബു സുഖല്ലടാ? എങ്ങനെയുണ്ടോ നാട്ടിലെ വിശേഷങ്ങള്? ഞാൻ എന്തായാലും അഭിലാഷിനെ വിളിച്ചിരുന്നു. നമ്മളെ ഭാസ്കരേട്ടൻ മരിച്ചു. പിന്നെ നീ എന്താ നാട്ടിൽ പോകാത്തത്? നിന്റെ ഉമ്മ ഞാൻ കണ്ടിരുന്നു. ആ പാവം കരഞ്ഞുകൊണ്ട് എന്നോട് കുറെ പറഞ്ഞു. ഈ അവനെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് വരാൻ പറയും. ആഗ്രഹമില്ലാണ്ടല്ലടാ. ഷമീറാന്റെ കല്യാണം കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കടം. അത് വീട്ടിൽ വന്നപ്പോ അവളെ പ്രസവം, അതിലും ഞാൻ ഒരുപാട് കടം വാങ്ങി. ഇതൊക്കെ വീട് ഞാൻ എപ്പോ നാട്ടിൽ പോവാനാ? ഒക്കെ ശരിയാവൂടാ. എല്ലാവരുടെ സ്ഥിതിയും അങ്ങനെയൊക്കെ തന്നെ. കാക്ക ഫോൺ വിളിക്കുന്നു. ഹലോ ഹലോ, ഉമ്മ സുഖല്ലേ? സുഖാണ് മോനെ. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങള്? പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങള്? സൂറ് എന്തേ പറഞ്ഞ്? നിങ്ങളെ മാതിരി തന്നെ എന്നെ മോനെ പോലെ തന്നെ നോക്കുന്നത്. കുട്ടികളോടമ്മ ഞാൻ ശബരൊക്കെ കൊടുക്കാൻ മോനെ. കാക്ക, ഞങ്ങള് സ്കൂളിലൊക്കെ അടിച്ചു പൊളിക്കണേ. കാക്ക ഗൾഫിലാന്നുള്ള കാര്യം കൂട്ടുകാരോടൊക്കെ പറഞ്ഞിക്കണേ. അടിച്ചു പൊളിക്കടി. ഹലോ, ഇവിടുത്തെ അറബി താത്ത നൂറ നിനക്കൊക്കെ അന്വേഷണം പറഞ്ഞിക്കണേ. ഇക്കാക്ക എങ്ങനെയുണ്ട് നൂറാത്താനെ കാണാന്? നല്ല മൊഞ്ചുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടിരിക്കാക്ക. കാക്ക, ഞാൻ ടാബ് പറഞ്ഞിരുന്നോ? കൊടുത്തയച്ചോ? ഞാൻ അയക്കാം. ഹാജിക്കമ്മളെ ഷായനാക്കൊരു കാര്യം കൊടുന്നിക്കണ്. ഒരു കൊല്ലം കഴിഞ്ഞ് നടത്തിയാ മതി എന്നാ പറയണത്. നല്ല കാര്യാണ്, ഉറപ്പിച്ചിടട്ടെ. ഞാൻ വിളിച്ചോളമ്മ ഹാജിക്കാക്ക്. എന്നാ ശരി, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കട്ടയല്ലേ കട്ടയല്ലേ? കട്ട് ചെയ്ത് എടാ പഹയാ, ഈ പകൽക്കിനാവ് കാണാ? ഒന്നുമില്ല മോമാക്ക. ആ കുട്ടിയില്ലേ നൂറ, അവൾക്ക് കേരളം കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യാ? ഓ എന്റെ ഘോജരാജാവായ തമ്പുരാനെ, ഇജി ഞാൻ തിന്നണ കുബൂസിലെ മണ്ണ് വായിടാൻ വന്നതാ? വീട്ടിക്ക് വിളിച്ചപ്പോ ഷായിനെയും ഷബാനെയും പറയണം നാട്ടിലേക്ക് വരുമ്പോ നൂറത്താത്താനെയും കൂട്ടിച്ചെല്ലാൻ. എടാ പഹയാ, ഇത് ഞമ്മളെ നാടല്ല. ശരിക്കും ഓർത്തോ, കൊടലി തല കാണൂല. ആ ഇരുന്നോ, കിനാവ് കണ്ടോ?
السلام عليكم. وعليكم السلام. كيف حالك يا نورة؟ زين. وين ماما؟ كله روح زين. برا. زين تعالي اجلسي يا أخي. لا أنا روح. تعالي حبيبي. لا أنا روح. اجلسي يلا. خلي يلا. خلي مروان. نورة اجلس. لا تعال. لا يلا. يلا مروان. يلا أنا روح. اجلس. نورة لا يمشي. أنا روح. يلا يلا. لا اجلس. أنا روح. نورة ما اسمك انت؟ لا يلا اجلس. ليش؟ كم مرة كبرت انت؟ اجلس. لا من هذا؟ جديد زايك. هيما تعال. ليش؟ ايش اسمك انت؟ ബാബു ഷമീർ انت ബാബു هندي ولا بنغالي؟ ഹിന്ദി. هندي؟ زين. اتكلم واحد تشوفك انت. زين؟ كلامك واحد كسر انا. تمام؟ لازم والله العظيم اسمك انت. زين؟ حتى انت في كلام حتى واحد شوفك انت. اوكي؟ زين؟ നിങ്ങളില്ലെങ്കിൽ അയാൾ എന്നെ മറക്കില്ല ഞാൻ ഒരിക്കലും. ആരോടൊന്നും പറയണ്ട. അയാൾ ചെയ്യുന്നു പറഞ്ഞാ ചെയ്യും. അത്രയ്ക്ക് വൃത്തിട്ട മനുഷ്യനാ ബാബു. ഇവിടെ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൂടെ? തൊട്ടാവാടി പെണ്ണേ തൊട്ടാവാടി പെണ്ണെ നീ എൻ കൽവിൽ താളമല്ലേ, ചന്താമരപ്പൂവിനൊത്തൊരു സുന്ദരി പെണ്ണല്ലേ, കണ്ട നാൾ തൊട്ടൻ കനവിൽ പൂത്തൊരു പൂവല്ലേ, ആരാരും കാണാതെന്നെ കൊതിപ്പിച്ച പെണ്ണല്ലേ, മനമേറെ ആശയോടെ നിന്നെ കാത്തിരുന്നു പെണ്ണെ, ഒരു നോക്കു കാണുവാനുമേറെ കൊതിച്ചെന്റെ പൊന്നെ, തൊട്ടാവാടി പെണ്ണെ നീ എൻ കൽവിൽ താളമല്ലേ, ചെന്താമരപ്പൂവിനൊത്തൊരു സുന്ദരി പെണ്ണല്ലേ. നിന്റെ കാറ്റിലമ്പിൻ താളം കേട്ടു ഞാൻ ഉണർന്നതല്ലേ, നിന്റെ സപ്തസ്വരവും കേട്ടു ഞാൻ ഉണർന്നതല്ലേ, സ്വരരാഗതന്ത്രി മീട്ടുന്ന രാഗമായി, ഒഴിയും ചിരിമണിക്കൊലുസിന്റെ താളമായി, എന്റെ കനവിലും നിലവിലും
എന്നും നീയാണ്. എന്റെ കണ്ണുകളിൽ കാണുന്നതും നിൻ രൂപമാണ്. തൊട്ടാവാടി പെണ്ണെ നീ എൻ കൽബിൽ താളമല്ലേ, ചെന്താമര പൂവിനൊത്തൊരു സുന്ദരി പെണ്ണല്ലേ. നിന്റെ കരിമഷിയിട്ട കണ്ണു കൊണ്ടെന്നെ കണ്ണെറിഞ്ഞതല്ലേ, നിന്റെ ചുവന്ന് തുടുത്ത കവിൾ തടത്തിനൊരുമ്മ തന്നതല്ലേ. അനുരാഗമുല്ല പൂക്കുന്ന കാറ്റായി, അഴകിൻ നിലാവ് പാലൊളി തൂകുന്ന രാവായി, എന്റെ മനസ്സിന് മുഹബത്തായി എന്നും നീയുണ്ട്. പൊൻതാരകമേ നീ വരുമോ ഇഷ്ടം കൂടാനായി. തൊട്ടാവാടി പെണ്ണെ നീ എൻ കൽബിൽ താളമല്ലേ, ചെന്താമര പൂവിനൊത്തൊരു സുന്ദരി പെണ്ണല്ലേ. പണ്ടനാൾ തൊട്ടൻ കനവിൽ പൂത്തൊരു പൂവല്ലേ, ആരാരും കാണാതെന്നെ കൊതിപ്പിച്ച പെണ്ണല്ലേ. മനമേറെ ആശയോടെ നിന്നെ കാത്തിരുന്നു പെണ്ണെ, ഒരു നോക്കു കാണുവാനുമേറെ കൊതിച്ചെന്റെ പൊന്നെ. തൊട്ടാവാടി പെണ്ണെ നീ എൻ കൽബിൽ താളമല്ലേ, ചെന്താമര പൂവിനൊത്തൊരു സുന്ദരി പെണ്ണല്ലേ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ്. അതാവണമടാ പോലീസ്. ബാബു ജീപ് ഗാവാ. ബാബു അള്ളാനെ വിചാരിച്ച് ആ മറുവാന്റെ മുന്നിൽ ഇനി പോവരുത്. കഴിഞ്ഞതോ കഴിഞ്ഞു. അവനാണെങ്കിൽ ഒരു കാട്ടുമാക്കാന. അതിന് മോമക്ക ഞാനൊന്നും ചെയ്തിട്ടില്ല. മറുവാൻ അവൾ അമ്മായിന്റെ മകനാ. ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടി നടക്കണവൻ. അവൾക്കാണെങ്കിൽ അവനെ കണ്ണെടുത്താ കണ്ടുടാ. ആ ദേഷ്യമൊക്കെ കൂടി അന്റെ മേലേക്ക് എടുക്കുകയാണ്. ഞമ്മക്കാണെങ്കിൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല. അവരെ നാടല്ലേ, എല്ലാം സഹിച്ചേ പറ്റൂ. ഞമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞമ്മളതെല്ലാം സഹിക്കണം. അതോർത്തു വെച്ച്. അവരറബികള്,
ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അവർക്കിതൊന്നും ഒരു പുത്തരിയല്ല. ആ ജേ, ആ കാവുണ്ടേ കൊടുക്കും. هذا بابو. زين تمام. بابو جيب قهوة. كويس. يا حمار. ايش هذا؟ حمار واحد. كنيس واحد انت. ليش منا هذا؟ مو برا. كنيس. حمار. يلا يلا. مروان زبور زبور. شو ليش هذا؟ مروان حمار واحد. زبور زبور صبور. ما في مخ يا اخي. ليش هذا نبغى ترتيب؟ هذا هندي هذا؟ هذا هندي هذا حيوان. سايك هذا؟ حيوان. خلي برا. خلي فيه برا. هذا تو هدي. اوكي. مروان زبور زبور زبور. شوف هذا هندي ولا بنغالي؟ ايش هذا نمونه ترتيب؟ ما عليك هذا. ബാബു കരയല്ലേ? സാറില്ലേ, പോട്ടെ. എന്നാലും മറുവാൻ എന്നോട് بندر قول لي محمد. അസ്സലാമു അലൈക്കും. عليكم السلام. وعليكم السلام. وين هذا انت؟ സബൂർ മറുവാൻ അന ഫീ കലാം. മുഹമ്മദ് ബാബു ഇവിടെ. അവൻ പുറത്തുപോയി. എന്തേ? എന്നാലേ അവനോട് പെട്ടി കെട്ടിക്കൊള്ളാൻ പറ. ബന്ദർ, എന്താണ് പ്രശ്നം? ഞങ്ങളെ പെങ്ങളായിട്ട് അവനെ കളി. ആ നായിന്റെ തല കാണില്ലെന്ന് പറഞ്ഞേക്ക്. മറുവാൻ പല വട്ടം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടു. والله العظيم لا في سوي الترتيب. زين بندر تعال. ഹലോ ബാബു, ഇപ്പൊ എവിടെയുള്ളത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബാബു, റൂം കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടിയാ? ഇല്ല, മോമാക്ക ഉണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടായില്ല. അൻവറേ, ജി എങ്ങോട്ടൊരു യാത്ര? നാട്ടിലേക്കാണോ? എന്തു പറ്റി പെട്ടെന്ന്? അവനല്ല പോണത്, ഞാനാ. ഒരാളെ കുത്തി കുടലെടുക്കാനുണ്ട്. ഒരാളെ കൊല്ലാൻ മാത്രം? എന്താണ് എന്റെ പ്രശ്നം? എന്റെ ഉമ്മാനെ കഷ്ടത്തിലാക്കിയ എന്റെ തന്ത അയാൾ വെറും പെണ്ണിട്ടേക്കണു. അയാളെങ്ങനെ പുതിയ പെണ്ണിട്ടിട്ട് സൂയിക്കണ്ട. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. പ്രായത്തിന് മൂത്തൊരു സഹോദരൻ പറയുന്നത് പോലെ കരുതിയാൽ മതി. ഒരാളെ കൊല്ലാൻ എളുപ്പമാണ്. കൊന്നതിന് ശേഷം നീ ചിന്തിക്കും ചെയ്ത് തെറ്റായിപ്പോയെന്ന്. അതും നിനക്ക് ജന്മം തന്ന നിന്റെ സ്വന്തം ബാപ്പാനെ. കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇങ്ങക്കത് പറയാം. എന്റെ ബാപ്പയാണ് വേറെ പെണ്ണിട്ടേക്കണത്, നിങ്ങളുടെ ബാപ്പയല്ലല്ലോ. അബ്ബാസേ, ഇനി ഒന്ന് അടങ്ങ്. ഗസ്റ്റുകൾ വന്നെങ്ങനെ നമ്മൾ പെരുമാറുക? നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. എന്റെ ഉമ്മാനെ ഓർക്കുമ്പോ എനിക്ക് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മാന്റെ സ്വത്തും മുതലും കണ്ടിട്ടാണ് എന്റെ ഉപ്പ ഉമ്മാനെ കിട്ടിയത്. അതെല്ലാം അയാൾ നശിപ്പിച്ചു. എന്നിട്ട് ആ ക്ഷീണം തീർക്കാൻ വേറെ പെണ്ണിട്ടേക്കണ്. പൈസ കരുതി കെട്ടേക്കണ്. അത് ഞാൻ ഒരിക്കലും ഓർക്കൂല.
തല്ലിയും കൊന്നും തീർക്കാനുള്ളതല്ല മോനെ ഈ ജീവിതം. ഒരിക്കലും ഒരു കാലത്തും സമാധാനം നമ്മളെ തേടി വരില്ല. നമുക്കുള്ളതൊരു ചെറിയ ജീവിതമാണ് മോനെ. മനുഷ്യന് ബുദ്ധി തന്നത് ക്ഷമിക്കാനും പൊറുക്കാനുമാണ്. പ്രാർത്ഥിക്കുക. അന്റെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കാതിരിക്കില്ല. നിന്റെ ഉമ്മാന്റെ കണ്ണീരിന് എന്നെങ്കിലും ഒരു മറുപടി കിട്ടും. ഒരുപാട് സ്നേഹിച്ചു എന്റെ വാപ്പാനെ ഞാൻ. എന്നിട്ട് എന്നോടും എന്റെ ഉമ്മാനോടും ഈ ക്രൂരത കാണിച്ചില്ലേ? അൻവറേ, ജീവാ, നമുക്കൊരു കാര്യം തീർക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരടാ. പോട്ടെ മോനെ. എന്റെ ബാബു, ഇത് നമ്മുടെ നാടല്ല, ദുബായിയാണ്. തല പോണ കേസാണ്. വിട്ടാളഞ്ചി. ഇല്ലടാ, അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എനിക്ക്. അത്രക്ക് സ്നേഹിച്ച അവളെ ഞാൻ, അവളെ എന്നെയും. ഈ പഹന് പറഞ്ഞ തല കേറില്ലല്ലോ പടച്ചോനെ. അങ്ങനെ അവളായിട്ട് പോവാൻ പറ്റില്ല എന്ന് ഇവിടുന്ന്. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും അവളില്ലാതെ പോകാൻ പറ്റില്ല. ഞാനൊരു ഐഡിയ പറയാൻ മാമാക്കാം. ഇവന്റെ നൂറാനി പാസ്പോർട്ട് കിട്ടുമോ? ഇന്ന് അടുത്ത പേര് തന്നെ ഇവരെ കയറ്റിവിടാം. അത് ഞാൻ നൂറാനായിട്ട് സംസാരിച്ച് ശരിയാക്കാം. കൈവിട്ട കളിയാണ് മക്കളെ. പടച്ചോൻ കാക്കട്ടെ. TUV റെയിൻലാൻഡ് NIFE അക്കാദമിക്ക് ഇപ്പോഴിതാ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ച NSDCയുടെ അംഗീകാരം. ഇനി ബാങ്ക് ലോൺ, എംബസി അറ്റസ്റ്റേഷൻ, പ്ലേസ്മെന്റ് എല്ലാം ഈസിയാവും. ഫയർ ആൻഡ് സേഫ്റ്റി, ലിഫ്റ്റ് ടെക്നോളജി, ഫൈബർ ഒപ്റ്റിക്സ്, സ്റ്റോഴ്സ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് കോഴ്സുകളിലൂടെ ജോലി സാധ്യത ഉറപ്പാക്കൂ. NSDC അംഗീകാരമുള്ള TUV റെയിൻലാൻഡ് NIFE അക്കാദമിയിലൂടെ. TUV റെയിൻലാൻഡ് NIFE അക്കാദമി. TUV റെയിൻലാൻഡ് NIFE അക്കാദമി പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം, താഴെപ്പാലം, തിരൂർ. ഫോൺ 0494243090. മൊബൈൽ 9946661077 9446631177. വസ്ത്രവിപണന രംഗത്തെ തിരൂരിന്റെ മേൽവിലാസം കിഗാവ. കിഗാവ ജെൻ ഷോറൂമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ജീൻസ്, ഷർട്ട്സ്, ടീഷർട്ട്സ്, പാൻസ്, പാർട്ടിവെയർ തുടങ്ങി കിഗാവയിലെ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളും വ്യത്യസ്തനാകുന്നു. ആ സൗന്ദര്യത്തിന്റെ ഉടമയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ വരൂ. കിഗാവ ദ ജെൻ ഷോറൂം, തിരൂർ. زين زين هاخذك وين نورا؟ انا ما في معلوم. ماما تعال ماما. انت ما اعرف. ما اعرف ماما تعال ماما تعال. والله وين نورا؟ ما ماما നൂറ് എവിടെ? നീ അറിയാതെ അവളെ കൊണ്ട് പോയില്ല. എനിക്കറിയില്ല ബന്ദർ. നിനക്കറിയാം മുഹമ്മദ്, നിനക്കറിയാം. നീ അറിയാതെ എവിടെ പോയില്ല. ബാബു നൂറാനെ കൊണ്ട് എങ്ങോട്ടാ പോയത് നിനക്കറിയാം. സത്യം പറ. എനിക്കറിയില്ല ബന്ദർ. കള്ളം പറയുന്നു മുഹമ്മദ്. അവരെവിടെ? അവരെവിടെ? നീ അറിയാൻ സംഭവിക്കില്ല. അന്നും നൂറാനും ഈ കൈത്തണ്ടലിട്ടിട്ടാടാ ഞാൻ വളർത്തിയത്. അവളെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്ന ഒരുത്തന്റെ കൂടെ തന്നെയാണ് അവളെ പറഞ്ഞയച്ചത്. ഞാനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു കണ്ട് ചെയ്യേ. നിനക്കറിയാം, കാണിച്ചു തരാം.
يلا يمشي نورة يلا مروان يلا يلا يمشي بندر يلا بسرعة يلا يمشي نورة حمار شوفك انت يلا بندر شيل النورة زين مروان امسك نورة يلا സോറി ബാബു. ബാബുവിന്റെ ജീവിതത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ നടന്നതായി എനിക്കറിയില്ലായിരുന്നു. ശരി, ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഭാരമുള്ള ജോലിയൊന്നും ചെയ്യണ്ട. ഓക്കെ? മുത്തേ നിന്നോട് വിട പറഞ്ഞാലും മനസ്സിൽ നകലുകില്ല. മുത്തേ നിന്നോട് വിട പറഞ്ഞാലും മനസ്സിൽ നകലുകില്ല. ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞു പോയാലുമെൻ ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞു പോയാലുമൻ തരളമാഹൃദയം കൊതിപ്പൂ നിന്നെ എനിക്കെന്ന് ചൊല്ലൂ. സ്വപ്നങ്ങളെ നിങ്ങൾ മരിക്കാതിരുന്നാൽ സായുജ്യമാണൻ ജന്മം. സാന്ത്വനമാണ് നിന്നോർമ്മ. മുത്തേ നിന്നോട്
വിധിയകറ്റി നമ്മെ വിടരാത്ത പൂക്കളായി വിതുമ്പുമെന്നുള്ളിൽ നീ മൃദുലേ. വിധിയകറ്റി നമ്മെ വിടരാത്ത പൂക്കളായി വിതുമ്പുമെന്നുള്ളിൽ നീ മൃദുലേ. പുലർക്കാലമേഘം മഴ പൊഴിഞ്ഞാലും മലർ പൊഴിച്ചിടുമെന്നാശ. കുളിർ ചൊരിഞ്ഞിടും നിന്നോർമ്മ. മുത്തേ നിന്നോട് വിട പറഞ്ഞാലും മനസ്സിൽ നകലുകില്ല. ഒരു നാളും മറക്കുകില്ല. കളിച്ചിരിയാലെ നാം കഴിഞ്ഞുള്ള കാലങ്ങൾ കനവായി മാറിയ വിധിയേ. കളിച്ചിരിയാലെ നാം കഴിഞ്ഞുള്ള കാലങ്ങൾ കനവായി മാറിയ വിധിയേ. മോഹങ്ങളെല്ലാം പൂവണിഞ്ഞിടുകില്ല. മർദ്ദനി സുഖ ദുഃഖ ജീവിതമേ. മരണം വരെ നീളും മോഹങ്ങളെ. മുത്തേ നിന്നോട് വിട പറഞ്ഞാൽ പിന്നെ മനസ്സിൽ നകലുകില്ല. മൗനമൻ കളിത്തോഴനാ. സ്റ്റൈൽ മാൻ, illuminate your perfection. ജെൻസ് വസ്ത്ര വിപണിയിൽ തിരൂരിൽ ഇന്ന് സ്റ്റൈൽമാൻ മാത്രം. സ്റ്റൈൽ മാനിലെ ജെൻസ് വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളും വ്യത്യസ്തനാകുന്നു. വിവാഹവേദിയിൽ തിളങ്ങട്ടെ നിങ്ങളുടെ രാജകീയ പ്രൗഢി. ഇനി നിങ്ങൾക്കും അഭിമാനത്തോടെ പറയാം, സെലക്ഷനിലും വിലക്കുറവിലും സ്റ്റൈൽ മാൻ തന്നെ തിരൂരിൽ ഒന്നാമത്. സ്റ്റൈൽമാൻ, ദ മാൻ നോട്ട് കോംപ്രമൈസ്ഡ്. കൈനിക്കര ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, തിരൂർ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എനിക്ക് നാട്ടിൽ പോണം. എന്താ മുഹമ്മദ് പെട്ടെന്ന് ഇങ്ങനെ? എനിക്ക് മതി നിങ്ങളെ പണി. എന്നെ ക്യാൻസൽ ആക്കി. എന്താ മുഹമ്മദ്, എന്താ പറ്റിയത്? എന്താണെങ്കിലും ഒന്ന് പറ. ഇവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, ഷമീർ ബാബു. അവൻ എവിടെ പോയി, എന്തു പറ്റി എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ബന്ദറല്ല പറഞ്ഞത് ഓൻ ഇവിടുന്ന് ചാടിപ്പോയതാണെന്ന്. ഇവിടത്തേനേക്കാളും കൂടുതൽ ശമ്പളം കിട്ടുമെന്നും പറഞ്ഞിട്ട് ഞാൻ എന്റെ മോനെ പോലെ ആയിരുന്നില്ല ഓനെ നോക്കിയിരുന്നത്. അത് നിങ്ങളറിവ്. ആ ചെക്കനെ ഒരു ജീവശവമാക്കിയിട്ടാ ഇവിടുന്ന് പറഞ്ഞയച്ചത്. ഇങ്ങക്കറിയോ, ഇങ്ങളെ മോളിന്ന് ജീവനോടെ ഇരിക്കണതേ ആ പാവം ചെക്കൻ കാരണ. ഒരു നായുണ്ടല്ലോ ഇവിടെ, മറുവാന്. ഓനോളെ പിച്ചു ചീന്തിന്ന് ആ ചെക്കനില്ലായിരുന്നെങ്കിൽ. ബന്ദർ സായദ്, നിങ്ങൾ എന്താ പറഞ്ഞത്? ഓൻ ഇവിടുന്ന് ചാടിപ്പോയതാന്നല്ലേ? നബീസ ഇന്നെ കണ്ടിട്ടാണ് ആ കുട്ടീനെ ഇങ്ങോട്ട് അയച്ചത്. ആ കുട്ടി ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. മാമാ നൂറാക്ക് മുഹമ്മദ് അവനോട് ഇഷ്ടായിരുന്നെങ്കിൽ നിറഞ്ഞ മനസ്സോടെ കൊടുക്കൂലായിരുന്നോ എന്റെ കുട്ടീനെ അവൻക്ക്? സലാം അലൈക്കും.
وعليكم السلام. ليش في مشكلة؟ ماما ليش؟ قوم يلا قوم. بندر شو مشكلة؟ يلا رو برا. ماما ليش في مشكلة؟ رو برا يلا. شو عم ഒരു ഏട്ടനെ പോലെ വിശ്വസിച്ച് നീ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നല്ലടാ. روح حمار واحد. يلا رو برا ഹിമാൽ. മുഹമ്മദ് ഇന്ന് തന്നെ ടിക്കറ്റ് എടുക്ക്. നമ്മളെല്ലാരും നാട്ടു പോവാണ്. ബന്ദർ റെഡി ആയിക്കോ. മാമ ഞങ്ങൾ വരണോ? നമ്മളെല്ലാരും പോണം. ആ കുട്ടിനോട് മാപ്പ് പറയണം. മാമ ഞാനും കൂടി പോന്നോട്ടെ മാമ. പോവാ മോളെ പോവാ. ഞാനും കൂടി പോന്നോട്ടെ. പോവാ പോവാ നമുക്കെല്ലാവർക്കും പോവാം. എന്താ ഇവിടെ പരിപാടി? അത് അവിടുത്തെ കുട്ടിന്റെ കല്യാണമാണ്. പടച്ച റബ്ബേ, ഞമ്മളെത്താൻ വൈകി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ ഒന്നും അറിഞ്ഞതല്ല, അറിയാൻ വൈകിപ്പോയി. ക്ഷമിക്കണേ ഈ മാമാനോട്. ബാബു ഞങ്ങളോട് പൊറുക്കണം. എല്ലാം ആ മറുവാൻ കളിച്ച കളിയാണ്. അറിയാൻ വൈകിപ്പോയി. എനിക്കൊരു വിഷമമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. മോമക്ക സുഖല്ലേ? സുഖാണ്. ഏതായാലും നല്ലൊരു മുഹൂർത്തല്ല ഇവിടെ നടക്കണത്. നിറഞ്ഞ മനസ്സോടെ ഞാൻ എന്റെ മോള് നൂറാനെ ഇവനെ ഏൽപ്പിക്കുന്നു. എല്ലാരും ഒന്ന് ചേർന്നിക്ക് ഞാനൊരു ദുബായ് സെൽഫി എടുക്കട്ടെ.
ഒന്നും കൂടിയാ ഒന്നും കൂടി TUV റെയിൻലാൻഡ് NIFE അക്കാദമിക്ക് ഇപ്പോഴിതാ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ച NSDCയുടെ അംഗീകാരം. ഇനി ബാങ്ക് ലോൺ, എംബസി അറ്റസ്റ്റേഷൻ, പ്ലേസ്മെന്റ് എല്ലാം ഈസിയാവും. ഫയർ ആൻഡ് സേഫ്റ്റി, ലിപ് ടെക്നോളജി, ഫൈബർ ഓപ്റ്റിക്സ്, സ്റ്റോഴ്സ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് കോഴ്സുകളിലൂടെ ജോലി സാധ്യത ഉറപ്പാക്കൂ. NSDC അംഗീകാരമുള്ള TUV റെയിൻലാൻഡ് NIFE അക്കാദമിയിലൂടെ TUV റെയിൻലാൻഡ് NIFE അക്കാദമി. TUV Reland NIFE Academy Private Limited, near Municipal Stadium, Tarepalam, Tirur. Phone 0494 243 0090. Mobile 9946 661077 9446 631177. Style Man, illuminate your perfection. ജെൻസ് വസ്ത്ര വിപണിയിൽ തിരൂരിൽ ഇന്ന് സ്റ്റൈൽമാൻ മാത്രം. സ്റ്റൈൽ മാനിലെ ജെൻസ് വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളും വ്യത്യസ്തനാകുന്നു. വിവാഹവേദിയിൽ തിളങ്ങട്ടെ നിങ്ങളുടെ രാജകീയ പ്രൗഢി. ഇനി നിങ്ങൾക്കും അഭിമാനത്തോടെ പറയാം, സെലക്ഷനിലും വിലക്കുറവിലും സ്റ്റൈൽമാൻ തന്നെ തിരൂരിൽ ഒന്നാമത്. സ്റ്റൈൽമാൻ, ദ മാൻ നോട്ട് കോംപ്രമൈസ്ഡ്. കൈനിക്കര ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, തിരൂർ. വസ്ത്രവിപണന രംഗത്തെ തിരൂരിന്റെ മേൽവിലാസം കിഗാവ. കിഗാവ ജെൻ ഷോറൂമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ജീൻസ്, ഷർട്ട്സ്, ടീഷർട്ട്സ്, പാൻസ്, പാർട്ടിവെയർ തുടങ്ങി കിഗാവയിലെ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളും വ്യത്യസ്തനാകുന്നു. ആ സൗന്ദര്യത്തിന്റെ ഉടമയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ വരൂ. കിഗാവ, ദ ജെൻ ഷോറൂം, തിരൂർ.